നമസ്കാരം മക്കളെ, സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. RRB NTPCയുടെ എക്സാമിനേഷൻ ഇങ്ങനെ അടുത്തു വരികയാണ്. ഇനി നമ്മുടെ മുൻപിൽ ഏകദേശം 100 ദിവസങ്ങളാണ് RRB NTPC എക്സാമിനായിട്ട് അവശേഷിക്കുന്നത്. അപ്പൊ നമ്മുടെ പഠനം എങ്ങനെയാണ് പോകുന്നത്, എങ്ങനെയാണ് ഇനിയുമുള്ള ദിവസങ്ങൾ പഠനത്തെ ക്രമീകരിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ ചെയ്യുന്നത്. എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. അതായത് RRB NTPCയുടെ എക്സാമിനേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ടാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് എന്തുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം? RRBയുടെ എക്സാമിനേഷൻസ്, അതായത് RRBയുടെ ഏത് പോസ്റ്റുകളിലേക്കാണ്? RRB ലെവൽ 5 ലെവൽ 6 പോസ്റ്റുകൾ, ഗ്രാജുവേറ്റ് ലെവലിലേക്കുള്ള പോസ്റ്റുകളുടെ എക്സാമിനേഷൻ ആണ് എവിടെ നടക്കുക? ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് നടക്കുക. എന്നാൽ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളിലേക്കുള്ള എക്സാമിനേഷൻ നടക്കാൻ സാധ്യതയുള്ളത് ഒരു മാസം കൂടെ കഴിഞ്ഞിട്ട് ഒരു മെയ് ജൂൺ മാസങ്ങളിലേക്കൊക്കെയാണ് അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ നടക്കാനായിട്ട് സാധിക്കും. രണ്ടും സെപ്പറേറ്റ് 2 എക്സാമുകളായിട്ടാണ് നടക്കുന്നത്. അപ്പൊ ഈ എക്സാമുകൾ അടുത്തു വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പഠനത്തെ ക്രമീകരിക്കേണ്ടത്? കുറച്ചുകൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? പഠനത്തെ കാര്യഗൗരവത്തോടെ കാണേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മുടെ മുൻപിൽ ഇനിയും സമയമില്ല. നമ്മൾ കോമ്പീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ത്യയിൽ മുഴുവനായിട്ടുള്ള നമ്മൾ ഏത് ഒരു സോണിലേക്കാണോ അപ്ലൈ ചെയ്തിട്ടുള്ളത് ആ സോണിലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുമായിട്ടാണ്. നേരത്തെ ആണെങ്കിൽ കോമ്പറ്റീഷൻ ഒക്കെ നമുക്ക് പറയാമായിരുന്നു. പക്ഷെ ഇപ്പോഴെന്താണ്, കോമ്പറ്റീഷൻ ഒക്കെ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതേപോലെ തന്നെ കുറച്ചുകൂടി കാര്യഗൗരവത്തോടു കൂടി തന്നെ പഠിക്കേണ്ടതുണ്ട്. പഴയ രീതിയിലുള്ള പഠനം കൊണ്ട് നല്ലൊരു മാർക്കിലേക്ക്, സ്കോറിലേക്ക് എത്താനായിട്ട് കഴിയില്ല. അപ്പൊ ഇതിന്റെ CBT 1 എക്സാമിനേഷൻ ആണ് ഈ ഒരു സമയത്ത് നടക്കുക. അപ്പൊ ആ ഒരു എക്സാമിനെ നമുക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാം ഒന്ന് നമുക്ക് വിശകലനം ചെയ്താൽ, അതായത് RRB NTPCയുടെ CBT 1ന്റെ സിലബസ് എന്താണ്? RRB 1ന്റെ സിലബസിൽ മാത്തമാറ്റിക്സ് 30 ചോദ്യങ്ങൾ, ഒരു ചോദ്യത്തിന് 1 മാർക്ക് വീതം 30 മാർക്ക്. അതേപോലെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ആകെ 30 ചോദ്യങ്ങൾ, അതിൽ ഒരു ക്വസ്റ്റിന് 1 മാർക്ക് വീതം 30 മാർക്ക്. ജനറൽ അവയർനെസ് ആണെങ്കിലോ 40 ചോദ്യങ്ങളുണ്ട്. അതിൽ ടോട്ടൽ മാർക്ക് എത്രയാണ്? 40 മാർക്കാണ്. അതായത് ഒരു ക്വസ്റ്റിന് 1 മാർക്ക് വീതമാണ് അലോട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആകെ 100 ചോദ്യങ്ങൾ, 100 മാർക്ക്. അപ്പൊ 100 മാർക്കിനാണ് CBT 1 എക്സാമിനേഷൻ നടക്കുന്നത്. എത്ര സമയമുണ്ട്? 90 മിനിറ്റ്. അതായത് 1.5 മണിക്കൂറാണ് നമുക്ക് CBT 1 എക്സാമിന് വേണ്ടിയിട്ട് ഉള്ളത്. ശരി, അപ്പൊ നമുക്ക് മനസ്സിലായി മാത്സ് ഉണ്ട്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്. ഇതിൽ മക്കളെ നോക്കിയടാ, ആദ്യത്തെ 2 സെക്ഷനുകൾ ഏകദേശം ഒരേപോലെ തന്നെ, അതായത് മാത്സ് റീജിയൻ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള റീജിയൻ ആണ്. അതിന് 60 മാർക്ക് ഉണ്ട്. ടോട്ടൽ എത്ര മാർക്ക് ഉണ്ട്? 60 മാർക്ക് ഉണ്ട്. അതായത് കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗത്തിന് 60 മാർക്കും ബാക്കി 40 മാർക്ക് ടോപ്പിക് വൈസ് ആയിട്ടുള്ള നമ്മൾ പഠിക്കേണ്ടുന്ന ടോപ്പിക്കുകളുമാണ്. അങ്ങനെ ആകെയാണ് 100 മാർക്ക്. ഇനി CBT 2 ഇതാണ് നമ്മുടെ എന്നത്തേക്ക് പ്രതീക്ഷിക്കാനായിട്ട് കഴിയുക? ഏകദേശം നമുക്ക് ഏപ്രിൽ മെയ് മാസങ്ങളിലേക്ക് പ്രതീക്ഷിക്കാനായിട്ട് കഴിയുക. അതിനും ഒരു 2 മാസങ്ങൾക്ക് ശേഷമായിരിക്കും CBT 2 എക്സാമിനേഷൻ നടക്കുക. പ്രത്യേകത CBT 2 എക്സാമിനേഷനും എന്തില്ല, സിലബസിൽ വ്യത്യാസങ്ങളൊന്നുമില്ല, ഒരേപോലെ തന്നെയാണ് സിലബസ് വരിക. മാത്തമാറ്റിക്സ് 35 ചോദ്യങ്ങൾ, 35 മാർക്ക്. എന്ത് മാത്രമേ മാറിയുള്ളൂ? മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ മാത്രമേ മാറിയുള്ളൂ. ഇവിടെ വരുമ്പോഴത്തേക്ക് മാത്തമാറ്റിക്സിന് 5 ചോദ്യങ്ങൾ കൂടി 35 ചോദ്യങ്ങൾ, പക്ഷെ മാർക്ക് 1 മാർക്ക് തന്നെയാണ് ഒരു ക്വസ്റ്റിന്. അങ്ങനെ ആകെ 35 മാർക്ക്. ജനറൽ ഇന്റലിജൻസ് റീസണിംഗ് 35 ചോദ്യങ്ങൾ, 35 മാർക്ക്. ജനറൽ അവയർനെസ് ആകുമ്പോഴത്തേക്കും 50 ചോദ്യങ്ങളാവും, 10 ചോദ്യങ്ങൾ കൂടും, എത്രയാണ്? 50 മാർക്ക്. ഇവിടെയും കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള മാത്സ് റീസണിംഗ് ഭാഗത്തിന് ആകെ 70 ചോദ്യങ്ങളാണ് വരിക. 70 ചോദ്യങ്ങൾ. ബാക്കിയുള്ള തിയറി ഭാഗങ്ങൾക്ക് 50 ചോദ്യങ്ങളുമാണ് വരിക. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. പക്ഷെ ഇവിടെ നോക്കിയാൽ 120 ചോദ്യങ്ങൾക്ക് ചെയ്യാൻ 90 മിനിറ്റേ ഉള്ളൂ. അതായത് നേരത്തെ 100 ചോദ്യങ്ങൾക്ക് എത്ര സമയമുണ്ടായിരുന്നു? 90 മിനിറ്റ്. എന്നാൽ ഇവിടെ വരുമ്പോഴത്തേക്കും സമയം കുറച്ചുകൂടി ചലഞ്ചിങ് ആവുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടി വേഗത നമുക്ക് വേണം. അപ്പൊ വേഗത കൂടി എന്ത് ചെയ്യണം? CBT 2 എക്സാം ആകുമ്പോഴത്തേക്ക് നമ്മൾ ക്രാക്ക് ചെയ്യണം. അല്ലെങ്കിൽ തന്നെ CBT 1 ആണെങ്കിൽ തന്നെ നമുക്ക് 90 മിനിറ്റിൽ മാത്സ് കാര്യങ്ങൾ ചെയ്തു വരണം. അപ്പൊ നമുക്ക് കുറെ അധികം സമയം അഡ്വാൻസ്ഡ് ആയിട്ട് വേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ പ്രാക്ടീസ് എത്ര വേണം? അത്രയും ഗംഭീരമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെയാണ്. ഓക്കേടാ. അപ്പൊ നമ്മുടെ മുൻപിലുള്ള സമയത്തെ നമ്മളൊന്ന് ക്രമീകരിച്ചാൽ, ജനുവരി മാസത്തിൽ ഇനിയും നമ്മുടെ മുൻപിൽ ഒരു 30 ദിവസങ്ങളുണ്ട്. ഫെബ്രുവരി മാസത്തിൽ 28 ദിവസങ്ങളുണ്ട്. മാർച്ച് മാസമാണെങ്കിൽ 31 ദിവസങ്ങളുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ജനുവരി 30 ദിവസങ്ങൾ, ഫെബ്രുവരി 28 ദിവസങ്ങൾ, മാർച്ചിൽ എത്രയാണ്? 31 ദിവസങ്ങൾ. അങ്ങനെ ആകെ, പിന്നെ ഏപ്രിൽ മാസത്തിലെ കുറച്ച് ദിവസങ്ങൾ കൂടി നോക്കിയാൽ നമുക്ക് ആകെ ഒരു
എത്രയാണ് മക്കളെ? 100 ദിവസങ്ങൾ നമുക്ക് ക്രമീകരിക്കാം. അതായത് ഇത് 90 ദിവസങ്ങൾ, പിന്നെ ഏപ്രിലുള്ള കുറച്ച് ദിവസം കൂടി നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാൽ ആകെ നമ്മുടെ മുൻപിൽ എത്ര ദിവസങ്ങളുണ്ട്? 100 ദിവസങ്ങളാണ് നമ്മുടെ മുൻപിൽ അവശേഷിക്കുന്നത്. അപ്പൊ നമ്മുടെ ക്രമീകരണം ഇനിയുള്ള ദിവസങ്ങൾ, ആരും പഠിച്ചു പോലും തുടങ്ങിയിട്ടില്ല എങ്കിൽ, ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരു 6 മണിക്കൂർ നിങ്ങൾ കൃത്യമായിട്ട് മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരു 6 മണിക്കൂർ നിങ്ങൾ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ എത്രയാണ് മക്കളെ? ഒരു 2 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക? മാത്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിന് വേണ്ടി, മാത്സ് റീസണിങ്, ഈ 2 ടോപ്പിക്കുകൾ കൂടി വേണ്ടി നിങ്ങൾ ഒരു ദിവസത്തിൽ ഒരു 2 മണിക്കൂർ മാറ്റിവെക്കുക. ദെൻ അടുത്ത 2 മണിക്കൂർ എന്തിനു വേണ്ടി മാറ്റിവെക്കുക? നിങ്ങളുടെ ടോപ്പിക്ക് പഠിക്കാൻ, അതായത് GK ടോപ്പിക്കുകൾ പഠിക്കാനായിട്ട് മാറ്റിവെക്കുക. കറണ്ട് അഫെയർ പോലെയുള്ള GK ടോപ്പിക്കുകൾ, മറ്റ് GK ടോപ്പിക്കുകൾ പഠിക്കാനായിട്ട് മാറ്റിവെക്കുക. ദെൻ ബാക്കിയുള്ള 2 മണിക്കൂർ എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? റിവിഷൻ പ്ലസ് പ്രാക്ടീസിന് വേണ്ടി മാറ്റിവെക്കാം. റിവിഷൻ പ്ലസ് പ്രാക്ടീസിന് വേണ്ടി മാറ്റിവെക്കാം. അപ്പൊ ആദ്യത്തെ 2 മണിക്കൂർ മാത്സ് റീസണിങ് എന്ന് പറയുന്ന ടോപ്പിക്കിന് വേണ്ടി മാറ്റിവെക്കുക. അത് നിങ്ങൾ ഓരോ ദിവസവും ടോപ്പിക്കുകൾ പഠിച്ചു വരിക. നമുക്ക് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ അവിടുത്തെ ക്ലാസ്സുകളൊക്കെ കൊണ്ട് പഠിച്ചു വരിക. ദെൻ അടുത്ത 2 മണിക്കൂർ നിങ്ങൾ ആ ടോപ്പിക്ക്, GK ടോപ്പിക്കുകൾ പഠിക്കാനായിട്ട് മാറ്റിവെക്കുക. ദെൻ 2 മണിക്കൂർ നിങ്ങൾ റിവിഷൻ പ്ലസ് പ്രാക്ടീസിന് വേണ്ടി മാറ്റിവെക്കുക. ഇനി നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാനായിട്ട് കുറച്ച് സമയം കൂടി, അതായത് ഈ പറയുന്നത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അത് കൂടാതെ ഒരു 2 മണിക്കൂർ കൂടി നിങ്ങൾ എക്സ്ട്രാ കണ്ടെത്തിയാൽ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ കണ്ട് കൃത്യമായിട്ട് പഠിച്ചു പോകാനായിട്ടൊരു സമയം കൂടി നിങ്ങൾക്ക് കിട്ടും. ഓക്കെയാണ്, സെറ്റാണ്. അപ്പൊ ഇത്രയും സമയം ക്രമീകരിക്കുക. ആദ്യത്തെ ഒരു മാസം നിങ്ങൾ അങ്ങനെ ക്രമീകരിക്കുക. ദെൻ രണ്ടാമത്തെ ഒരു മാസത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും നിങ്ങളുടെ മാത്സ് റീസണിങ്ങിന്റെ ടോപ്പിക് സ്റ്റഡിയിൽ നിന്ന് മാറി പ്രാക്ടീസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പൊ ഇവിടെ 2 മണിക്കൂർ നിങ്ങൾ കുറച്ചുകൂടി പ്രാക്ടീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, പ്രാക്ടീസ്, മാത്സ് റീസണിങ് ടോപ്പിക് സ്റ്റഡി ആദ്യത്തെ ഒരു മാസം കൊണ്ട് നിങ്ങൾ പഠിച്ചതിന് ശേഷം കൂടുതൽ സമയം എന്തിനു വേണ്ടി കൊടുക്കുക? പ്രാക്ടീസിന് വേണ്ടി കൊടുക്കുക. ദെൻ ടോപ്പിക് GK കവർ ചെയ്തിട്ടുണ്ടാവില്ല, ടോപ്പിക് GK കുറച്ചുകൂടി പഠിക്കാനായിട്ട് കാണും. അപ്പൊ നിങ്ങൾ ഫെബ്രുവരി മാസത്തിലും GKയുടെ ടോപ്പിക്ക് പഠിക്കുക. ദെൻ എവിടെ വരുമ്പോൾ 2 മണിക്കൂർ റിവിഷൻ പ്ലസ് പ്രാക്ടീസ് തന്നെ മാറ്റി വയ്ക്കുക. അവിടെ നമ്മൾ GK സബ്ജക്ട്സിന്റെ റിവിഷനും പ്രാക്ടീസും തന്നെ ഫെബ്രുവരി മാസത്തിലും ഫോക്കസ് ചെയ്യാം. ദെൻ മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും മാത്സിന്റെയും റീസണിങ്ങിന്റെയും ടോപ്പിക് സ്റ്റഡി നിങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടാവും. അവിടെ നിന്ന് മാർച്ച് മാസത്തിലെ കാര്യമാണ് പറയുന്നത്. മാർച്ച് മാസത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ആദ്യത്തെ 2 മണിക്കൂർ പൂർണ്ണമായിട്ടും നിങ്ങൾ പ്രാക്ടീസിന് വേണ്ടി മാറ്റിവെക്കുക. ഒരു 2 മണിക്കൂർ നിങ്ങൾ മാത്സിന്റെയും റീസണിങ്ങിന്റെയും പക്ക ഒരു എന്തിനു വേണ്ടി മാറ്റിവെക്കുക? മാത്സ് ആൻഡ് റീസണിങ്ങിന്റെ ടോപ്പിക് റിവിഷന് വേണ്ടി മാറ്റിവെക്കാം. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നിങ്ങൾക്ക് ടെസ്റ്റ് പാക്കുകൾ ഉണ്ട്. നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ടെസ്റ്റ് പാക്ക് ഉണ്ട്. സൂപ്പർ നോട്ട്സിന്റെ ടെസ്റ്റ് പാക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? ഈ പ്രാക്ടീസ്, ചാപ്റ്റർ വൈസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കഴിയും. അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ള എക്സാംസ് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കഴിയും. അതിനുവേണ്ടി നിങ്ങൾക്ക് ടെസ്റ്റ് പാക്ക് ഉപയോഗിക്കാം. ഓക്കെ, ടെസ്റ്റ് പാക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു 250 രൂപ എങ്ങോട്ടാണ് ഇപ്പോൾ ടെസ്റ്റ് പാക്കിന് ഓഫർ പ്രൈസ് ഇട്ടിരിക്കുന്നത്. ആ ടെസ്റ്റ് പാക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതിനുവേണ്ടി നിങ്ങൾക്ക് സൂപ്പർ നോട്ട്സ് ബൈ സിവിലിയൻസ് എന്ന ആപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം. ആ ലിങ്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 8281223366 എന്ന് പറയുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്താ അവിടെ നിന്ന് പറഞ്ഞു തരും. ഓക്കെയാണ്. ഇനി നോക്കിയാ 2 മണിക്കൂർ കൃത്യമായിട്ട് പ്രാക്ടീസ്, മാത്സ് ആൻഡ് റീസണിങ് പ്രാക്ടീസ്. അതിനുശേഷമുള്ള 2 മണിക്കൂർ എന്ത് ചെയ്യുക? അതിനുശേഷമുള്ള 2 മണിക്കൂർ ടോപ്പിക് സ്റ്റഡി എന്ന് പറയുന്ന ഒരു 2 മാസം കിട്ടി. ഏകദേശം നമ്മുടെ ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം എന്ത് ചെയ്യുക? അവിടെയും നിങ്ങൾ റിവിഷന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അതായത് GK സബ്ജക്ട്സിന്റെ റിവിഷൻ നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. then അവസാനത്തെ 2 മണിക്കൂർ ഒരു ഫുൾ എക്സാമിനേഷൻ, അതായത് CBT മോഡലിൽ തന്നെയുള്ള ഫുൾ എക്സാമിനേഷൻ എന്ത് ചെയ്യുക? ചെയ്തു നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തു നോക്കുക. അവിടെ നിന്ന് നിങ്ങൾ ഒരു കൃത്യമായുള്ള റിവിഷൻ എന്ത് ചെയ്യുക? എടുക്കുക. ഇതാണ് നിങ്ങൾ മാർച്ച് മാസത്തിൽ. അപ്പോഴത്തേക്ക് നിങ്ങൾ ഒരു പെർഫെക്റ്റ് കോംബോ ആയിട്ട് മാറും. നമ്മുടെ ബാച്ചിൽ സൂപ്പർ നോട്ട്സിന്റെ RRB NTPC ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ ഇതേപോലെ തന്നെ നിങ്ങളെ കൊണ്ടുപോകും. അവസാനം ആകുമ്പോഴത്തേക്ക് കൃത്യമായിട്ടുള്ള പ്രാക്ടീസുകൾ നിങ്ങൾക്ക് തന്ന് നിങ്ങളെ ഒരു പെർഫെക്റ്റ് പാക്കാക്കി എക്സാമിന് വേണ്ടി വിടാനായിട്ട് ഉതകുന്നൊരു ബാച്ച് നമുക്ക് ബാച്ചിലൂടെ നിങ്ങളെ കൊണ്ടുപോകുക തന്നെ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ആ ബാച്ച് കൂടി എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി ഇതാണ് ഞാൻ 100 ദിവസം ഇപ്പൊ പറഞ്ഞ സ്റ്റഡി പ്ലാൻ ആണ്. ആദ്യത്തെ ഒരു മാസം നിങ്ങൾ കൃത്യമായിട്ട് 6 മണിക്കൂറിനെ എങ്ങനെ വിനിയോഗിക്കണം, അടുത്തൊരു മാസം 6 മണിക്കൂറിനെ എങ്ങനെ വിനിയോഗിക്കണം, അവസാനത്തെ 3 മാസം 6 മാസം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, 6 മണിക്കൂറിനെ അവസാനത്തെ ഒരു മാസം മാർച്ച് മാസം എത്തുമ്പോഴത്തേക്കും എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തന്നത്. അവിടെ ടോപ്പിക് സ്റ്റഡിക്കും പ്രാക്ടീസിനും റിവിഷനും നിങ്ങൾ ഒരേപോലെ തന്നെ പ്രാധാന്യം കൊടുത്ത് വേണം പോകാനായിട്ട്. ഓക്കെ ആണല്ലോ. അവസാന ഒരു മാസം എത്തുമ്പോഴത്തേക്കും നിങ്ങൾ എന്ത് ചെയ്യാം? പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് റിവിഷൻ ചെയ്യണം. റിവിഷൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? അത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക കൂടി ചെയ്യണം. ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകണം. ഓക്കെയാണ്. ദെൻ നമ്മുടെ ജനറൽ നോളജിലേക്ക് എത്തുമ്പോൾ പ്രധാനമായിട്ടും സ്റ്റാറ്റിക് GK ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്, കമ്പ്യൂട്ടർ നോളജ് ഉണ്ട്, പൊളിറ്റി ഉണ്ട്. ഈ സബ്ജക്റ്റുകളൊക്കെയാണ് പ്രധാനമായിട്ടും GKക്ക് വരിക.
അപ്പൊ കുറച്ച് വാസ്റ്റ് ആണ്, മാത്സ് പോലെയല്ല, ഇവിടെ കുറച്ചുകൂടെ വാസ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടി വരും. അപ്പൊ ഈ സബ്ജക്റ്റുകളൊക്കെ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു നല്ല നോളജ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. സൂപ്പർ നോട്ട്സിന്റെ ഒരു പ്രധാനപ്പെട്ട ബാച്ച്, അതായത് RRB NTPC ഒരു സൂപ്പർ ബാച്ച് നമ്മൾ ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഇപ്പൊ ഒരു ന്യൂ ഇയർ ഓഫർ നിപ്പുണ്ട്. ഈ ന്യൂ ഇയർ ഓഫർ എന്ന് പറയുന്നത് നിലവിൽ ഉള്ള എമൗണ്ടിൽ നിന്ന്, അതായത് കോഴ്സിന്റെ ഫീയിൽ നിന്ന് 10% എക്സ്ട്രാ ഡിസ്കൗണ്ടോടുകൂടി 10% ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് ബാച്ചിൽ എന്ത് ചെയ്യാനായിട്ട് കഴിയും, ജോയിൻ ചെയ്യാനായിട്ട് കഴിയും. അതിനുവേണ്ടി നിങ്ങൾ ഇപ്പോൾ തന്നെ 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സുകൾ എന്തെങ്കിലും ഒക്കെ കണ്ട് ജോയിൻ ചെയ്യണമെങ്കിൽ അതിനും ഒരു അവസരമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ താഴെ കാണുന്ന ലിങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആപ്പിൽ ഡെമോ ക്ലാസ്സുകൾ ഉണ്ട്, ആ ക്ലാസ്സുകൾ കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ കുറച്ച് പഠിച്ചു വന്ന ആളുകളാണ്, നിങ്ങൾക്ക് മാത്സും റീസണിങ്ങുമാണ് ബുദ്ധിമുട്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മാത്സിനും റീസണിങ്ങിനും വേണ്ടി മാത്രം ഒരു ബാച്ച് അവൈലബിൾ ആണ്. മാത്സ് ആൻഡ് റീസണിങ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് കഴിയും. അതിന് നിങ്ങൾ ഇതേ നമ്പർ 8281223366 എന്ന് പറയുന്ന ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അവിടെ നിങ്ങൾക്ക് മാത്സ് ആൻഡ് റീസണിങ് ബാച്ചിലേക്ക് കയറാൻ പറ്റും. പിന്നെ ഒരു ടെസ്റ്റ് പാക്ക് ഉണ്ട്, നിങ്ങൾക്ക് ആ ടെസ്റ്റ് പാക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ കഴിയും, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രമാണെങ്കിൽ ടെക്സ്റ്റ് പാക്ക് ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ടും ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. ഇനിയുള്ള ദിവസങ്ങളെ നിങ്ങൾ ഈ ഒരു രീതിയിൽ ക്രമീകരിക്കുക, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. അതുവരേക്കും താങ്ക് യു.